ഈ ലോകം മൊത്തം തെറ്റാണ്. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ മോശത്തരങ്ങളൊന്നും കാണുന്നില്ല എല്ലാവിടെയും. നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അറിയാൻ ശ്രമിക്കുക. അമേരിക്കയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റ് ഡേവിഡ് ആർ ഹോക്കിങ്സ് മനുഷ്യൻ്റെ 17 മാനസിക തലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും മോശമായിട്ടുള്ള രണ്ടാമത്തെ അവസ്ഥ, ഒന്നാമത്തെ അവസ്ഥയെക്കുറിച്ചിട്ട് ഇതിനേക്കാളും മോശമുള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോയിട്ട് കാണാം. ഈ രണ്ടാമത്തെ അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ ഞാനും നിങ്ങളും. അതിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ഗിൽട്ട് എന്നുള്ളതാണ്. കുറ്റബോധമുള്ള മാനസികാവസ്ഥയിൽ ജീവിക്കുക. അവരുടെ ഒരു സ്വഭാവം എന്താണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഒരു വശത്ത് മനസ്സിലാവും. അവരുടെ സ്വഭാവം, അവരെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവരിങ്ങനെ പറയും, എൻ്റെ ജീവിതം ഞാൻ എവിടെ എത്താണ്ടായിപ്പോയത് എൻ്റെ മാതാപിതാക്കളെ കൊണ്ടാണ്, എൻ്റെ വീട്ടുകാരെ കൊണ്ടാണ്. എൻ്റെ ലൈഫിൽ എൻ്റെ ബിസിനസ് ഒന്നും വിജയമില്ലാണ്ടായിപ്പോയത് എൻ്റെ കൂട്ടുകാരനെ കൊണ്ടാണ്. ഞാൻ ഈ അനുഭവിക്കുന്നതിനൊക്കെ കാരണം ഞാൻ അന്ന് ചെയ്തു പോയത് കൊണ്ടാണ്. ഇങ്ങനെ എന്തിൻ്റെയൊക്കെയോ പേരിൽ എവിടേക്കോ ബ്ലെയിം ചെയ്ത് ജീവിച്ച് തീർക്കുക എന്നുള്ളത്. അവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. മൊത്തം നശിച്ചു പോകും എന്നുള്ളതാണ്. എവിടെ എത്താണ്ടായി പോകുന്നുള്ളതാണ്. ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനർ ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? ഒറ്റ വേർഡ് പറയാൻ വേണ്ടി കേട്ടോ. എന്താണെന്നറിയാം നിങ്ങൾക്കത്? ജസ്റ്റിസ്. നീതി എന്ന് പറയുന്നത് നമുക്ക് ആരെങ്കിലോടും ലോകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ആദ്യം ചെയ്യേണ്ട ആൾ നമ്മൾ തന്നെയാണ്. എപ്പോഴോ ചെയ്തതിൻ്റെ പേരിലുള്ള ഒരു തെറ്റിൻ്റെ പേരിൽ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്ത് ജീവിതത്തിൽ എവിടെയും എത്താത്ത രീതിയിൽ ഒരു റൂമിലേക്ക് ഒതുങ്ങിക്കൂടി പോകുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ ആ ജസ്റ്റിസ് നമ്മളോട് കാണിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ബാക്കിയുള്ളവരോടുള്ള അനീതിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഭരണഘടന പറയുന്ന ആ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്ന ഭംഗിയായിട്ടുള്ള ഒരാശയം. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, നിർബന്ധമായിട്ട് നല്ല സൈക്കോളജിസ്റ്റും നല്ല സൈക്കാട്രിസ്റ്റൊക്കെ ഉള്ള നാടാണ് നമ്മളത്. പോയിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വേദകളിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുക. ഈ മാനസിക നിലയിൽ നിങ്ങളില്ലാന്ന് പറയാൻ ശ്രമിക്കുക. അടുത്ത മാനസിക നിലയെക്കുറിച്ചിട്ട് നമ്മൾ വീണ്ടും പറയുകയാണ്. ആഗ്രഹിക്കുന്നവർ അതുമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബന്ധവും ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.